ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂസിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. 3 ഇക്വേഷൻസ് ആണ് നമുക്ക് അങ്ങനെ ഡിറൈവ് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് v = u + at, സെക്കൻഡ് വൺ s = ut + half at², തേർഡ് v² = u² + 2as. ഫസ്റ്റത്തെ ഇക്വേഷൻ ആയിട്ടുള്ള v = u + at അതാണ് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു VT ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. VT ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളും മേക്ക് ആയിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ പേരാണ് BCD, റെക്റ്റാങ്കിളാണ് OABD. ദ സ്ലോപ്പ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ആക്സിലറേഷൻ എന്നാണ്. അപ്പം ആക്സിലറേഷൻ = സ്ലോപ്പ് എന്ന് നമുക്ക് എഴുതാം. അപ്പം A = സ്ലോപ്പ് എന്ന് പറയുന്നത് tan θ ആണ്. ഇവിടെ ഒരു θ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. A = tan θ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് BC ബൈ അഡ്ജസൻ്റ് BD. A = ഇവിടെ എന്ന് പറയുന്നത് v - u ആണ്. ഇവിടുത്തെ v - u ബൈ BD എന്ന് പറയുന്നത് ഇവിടെ T ആണ്. therefore AT = v - u, v = u + at എന്ന് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ടുള്ള v = u + at നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള s = ut + half at² ആണ് ചെയ്യുന്നത്. നമ്മളൊരു VT ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും മേക്ക് ചെയ്തിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പേരാണ് OABD, ട്രയാങ്കിളിൻ്റെ പേരാണ് BCD. അടുത്തതായിട്ട് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ അവിടുത്തെ ഏരിയ മൊത്തം കണ്ടുപിടിക്കണം. അതിനായിട്ട് s = ഏരിയ ഓഫ് OACD. s = ഇതിനെ ഒരു റെക്റ്റാങ്കിളായിട്ടും ട്രയാങ്കിളായിട്ടും എടുക്കാം. ഏരിയ ഓഫ് OABD പ്ലസ് ഏരിയ ഓഫ് BCD. s = ഏരിയ OA ഇൻറ്റു BA പ്ലസ് ഹാഫ് ഇൻറ്റു BD ഇൻറ്റു BC. s = OA എന്ന് പറയുന്നത് T ഇൻറ്റു U പ്ലസ് ഹാഫ് ഇൻറ്റു BD എന്ന് പറയുന്നത് T ഇൻറ്റു V - U. s = നമുക്ക് U ഇൻറ്റു ടീനെ VT എന്ന് എഴുതാം പ്ലസ് ഹാഫ് ഇൻറ്റു v - u എന്ന് പറയുന്നത് 80 എന്നാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ v = u + 80 എന്നാണ്. അപ്പം v - u എന്ന് പറയുന്നത് 80 എന്നാണ്. അപ്പം v - uവിനെ നമുക്ക് ഇവിടെ 80 എന്ന് എഴുതാം ഇൻറ്റു T + 80. s = ut പ്ലസ് ഹാഫ് ഇൻറ്റു ടിയും T² ആവും 80² എന്നാവും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ലഭിക്കും. നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണ്. v² = u² + 2s ആണ്. ഇവിടെ ഒരു VT ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു ട്രപ്പീസിയത്തെയാണ് കാണപ്പെടുന്നത്. ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷനാണ് A = ½ × h × a + b. ഇവിടെ നമ്മൾ ഇവിടുത്തെ v² കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് s = ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം OACD എന്നാണ്. s = ½ ഇൻറ്റു ഇവിടുത്തെ h എന്ന് പറയുന്നത് ബേസ് ആണ്. ബേസ് OA ഇൻറ്റു A എന്ന് പറയുന്നത് OD പ്ലസ് B എന്ന് പറയുന്നത് AC. AC എന്ന് പറയുന്നത് ABയും അതുപോലെ തന്നെ BCയും ചേർന്നതാണ്. AB എന്ന് പറയുന്നത് U ആണ്. BC എന്ന് പറയുന്നത് v - u ആണ്. അങ്ങനെ v എന്നാണ് ആൻസർ കിട്ടുന്നത്. s = ½ ഇൻറ്റു OA എന്ന് പറയുന്നത് T ഇൻറ്റു OD U + v എന്ന് വരും. therefore s = ½ ഇൻറ്റു T എന്ന് പറയുന്നത് v - u ബൈ A ആണ്. v - u ബൈ A ഇൻറ്റു U + v എന്ന് വരും. therefore s = ½ ഇൻറ്റു v - u ഇൻറ്റു U + v എന്ന് പറയുന്നത് ഈ U + v നെ നമുക്ക് തിരിച്ചിടാം. v - u ഇൻറ്റു v + u ഡിവൈഡ് ബൈ A. ഇതെന്ന് പറയുന്നത് ഒരു ഫോർമുലയിലാണ് കിടക്കുന്നത്. A - b ഇൻറ്റു A + b ഫോർമുലയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് s = ½ ഇൻറ്റു
വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ എ എന്ന് എഴുതാൻ പറ്റും. ദെർഫോർ എസ് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് എഴുതാൻ പറ്റും. ദെർഫോർ എസ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എ ഇസ് ഇക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് എഴുതാം. വി സ്ക്വയർ ഇസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഡെറൈവ് ആയി.